പ്രിയമിത്രങ്ങളെ, ഇത് കണ്ടല്ലോ. ജൂൺ 27, 2024 വ്യാഴാഴ്ച. മാതൃഭൂമി ന്യൂസാണ് ഇന്നത്തെ പത്രമാണ്. സമയം ഇപ്പോൾ 4:50 PM ആണ്. ഇനി ഞാൻ പറയാൻ വന്ന ന്യൂസ് കാണിക്കാൻ വന്ന ഇതൊക്കെ ഞാൻ കാണിക്കാം. 1 മാസത്തെ ക്ഷേമ പെൻഷൻ ഇന്ന് മുതൽ. ബാക്കി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും എന്താണ്. ജനുവരിയിൽ കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഗഡു വ്യാഴാഴ്ച മുതൽ നൽകി തുടങ്ങുമെന്ന് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 900 കോടി രൂപ അനുവദിച്ചു. ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള 5 മാസത്തെ ഇനിയും കുടിശ്ശികയുണ്ട്. ഇന്ന് തന്നു കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും ഈ നിമിഷം വരെയും അക്കൗണ്ടുകളിൽ പൈസ വന്നിട്ടില്ല. ഞാൻ ഉടനെ ബാങ്കിൽ വിളിച്ചു. ബാങ്കിൽ വിളിച്ചപ്പോഴത്തേക്കും ബാങ്കിലെ മാനേജർ റിപ്ലൈ തന്നു. അത് എൻ്റെ വോയിസിൽ റെക്കോർഡുണ്ട്. പുള്ളിക്കാരി പറഞ്ഞു, രാവിലെ തൊട്ടേ എല്ലാവരും അമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ട് വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അവരൊത്തിരി കാത്തിരുന്നു. 2 മണി വരെയും കാത്തിരുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുമാണ്. നമ്മുടെ സർക്കാരിൻ്റെ വീഴ്ചക്കുറവ് ആണെന്നേ ഇത് പറഞ്ഞാൽ മനസ്സിലാക്കുകയുള്ളൂ. കാരണം ട്രഷറിയിൽ പൈസ വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ വ്യക്തമായിട്ട് 900 കോടി രൂപ. ഇത് ട്രഷറിയിൽ പൈസ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള ബാങ്കുകളിൽ അതാത് ബാങ്കുകളിൽ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളതാണ് വ്യവസ്ഥ. അല്ലാത്ത പക്ഷമാണെങ്കിൽ ബാങ്കുകളിൽ ചെന്ന് നേരിട്ട് പോയി കളക്ട് ചെയ്യുന്ന സംവിധാനവും ഉണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ളതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതിപ്പോൾ ഇത്രയും സമയമായി. ഇനിയിപ്പോൾ 5 മണി വരെ, ഇപ്പോൾ 5 മണിയാവാൻ ഇനി 15 മിനിറ്റേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇത് പരമാവധി അറിയേണ്ടവരിലേക്ക് എത്തിച്ച് ഷെയർ ചെയ്ത് എല്ലാവരെയും അറിയിക്കണമെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. ഒരുപാട് ജനങ്ങൾ ഈ 1 മാസത്തെ പാവപ്പെട്ട അമ്മമാരും വിധവകളും വൈകല്യമുള്ളവരും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ തന്നെ എനിക്കും വൈകല്യമുള്ള ഒരാളാണ്. ഞാനും പെൻഷനും കാത്തിരിക്കുകയാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കടകളിൽ നിന്ന് വായ്പ മേടിച്ചതായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുറേശ്ശെ ആണെങ്കിലും ഇച്ചിരി ഉള്ളതുപോലെ കൊടുക്കാമെന്നുള്ള ഒരു ആശ്വാസത്തിലിരിക്കുകയായിരുന്നു. ഈ നിമിഷം വരെയും ഇപ്പോഴും ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും ഫണ്ട് വന്നിട്ടില്ല. ബാങ്കിൽ വിളിച്ചപ്പോൾ ബാങ്കിൽ ഫണ്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ശരി, എന്തായാലും ഇനി ബാക്കി എന്താണെന്നുള്ളത് ഞാൻ വരും നിമിഷങ്ങളിൽ നമുക്ക് അറിയാം. നന്ദി, നമസ്കാരം.